രണ്ട് മാമ്പഴമൊക്കെ കൈ പിടിച്ച് എന്താ പരിപാടി എന്നല്ലേ? ഇത് മാമ്പഴ പെരക്കുണ്ടാക്കാനാണ്. ഇത് ശരിക്കും പച്ചത്തക്കാളിയിൽ കുക്കുംബറിൽ ഒക്കെ ഉണ്ടാക്കാം. ഇത് അങ്ങനെ നമ്മൾ വേവിക്കാത്ത ഒരു കറിയാണ് കേട്ടോ. ഇതെനിക്ക് പറഞ്ഞു തന്ന ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ റിസോർട്ടിൽ കഴിഞ്ഞ ദിവസം ഗസ്റ്റ് ഉണ്ടായിരുന്നേ. അവർ ഡോക്ടേഴ്സ് ഫാമിലി ആയിരുന്നു. ആയുർവേദ ഡോക്ടറും ഉണ്ട്, അലോപ്പതി ഡോക്ടറും ഉണ്ട്. അപ്പം ഹെൽത്തൊക്കെ നന്നായിട്ട് നോക്കുന്നവരാ. അവിടുന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു തന്ന ഒരു ഡിഷാണ്. അപ്പം ഇങ്ങനെ ഈ പാചകത്തിനോട് കൂടുതൽ താല്പര്യമുള്ളവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴേ അവരുടെ നിന്ന് കിട്ടുന്ന ഡിഷൊക്കെ ഞാൻ ഇങ്ങനെ മെമ്മറിയിൽ വെക്കും കേട്ടോ. എന്നിട്ട് 2-3 ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്കത് പരീക്ഷിക്കണം. അപ്പം ഇത് ഞാൻ ഈ പെരക്ക് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിക്കോ. ഞാൻ ഇന്ന് ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ മാമ്പഴത്തിൽ തന്നെ നമുക്കൊന്നും ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ ഞാൻ അധികം ഇങ്ങനെ പഴുത്ത അളിഞ്ഞു പോയ മാങ്ങയല്ല, എന്നാൽ പഴുത്ത മാങ്ങ. അപ്പോൾ എങ്ങനെയുണ്ടാന്ന് നോക്കാവേ, വായോ. ആദ്യം തന്നെ നമുക്ക് മാമ്പഴമൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം. ഒരെണ്ണം എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് എനിക്കത് കേട്ടപ്പോൾ മുതൽ ഉണ്ടാക്കണമെന്ന് വലിയൊരാഗ്രഹം. ഇപ്പം നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴേ അവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ ഓരോ നാട്ടിലും, ഇവർ ചാത്തമംഗലത്തു നിന്ന് വന്നവരാ, കോഴിക്കോട് തന്നെയാ. അപ്പം ഓരോരുത്തരും ഉണ്ടാക്കുന്ന ആ റെസിപ്പികളൊക്കെ ഇല്ലേ, ഞാനിങ്ങനെ കേട്ടിരുന്നിട്ട് ഞാൻ ഉണ്ടാക്കാത്തതാണെങ്കിൽ നമുക്ക് പരീക്ഷിക്കാമല്ലോ. അപ്പം എന്തായാലും അങ്ങനെ കിട്ടിയ ഒരു റെസിപ്പിയാണ്. ഇതുപോലെ തന്നെ വേറെ 2-3 കൂടി ഉണ്ട് കേട്ടോ. അത് എന്താ പറയുക, ഫിഷിൻ്റെ ഒക്കെ ഉണ്ട്. കാണിച്ചു തരാവേ. എല്ലാം നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും മാമ്പഴ പെരക്കങ്ങാക്കാം ആദ്യം. ഒരു മാങ്ങ ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അരയ്ക്കാനുള്ള ഒരു അരപ്പ, ഒരു മുറി തേങ്ങ എടുത്തു, എരിവിന് ആവശ്യമുള്ള 3 പച്ചമുളകും. ഇത് നന്നായിട്ടൊന്ന് നെയ്യ് പോലെ, എണ്ണ പോലെ അരയണം. അതിന് ശേഷം നമ്മൾ ഒരു പിഞ്ച് കടുകും കൂടെ ചേർത്തിട്ട് കടുക് ഒന്ന് പൊട്ടിയാൽ മതി. ആ പരുവത്തിൽ അതും ഒന്ന് അരച്ചെടുത്ത്, പിന്നെ ഒരു കടുക് വറ പുളിക്ക് ആവശ്യമുള്ള, എന്ന് പറഞ്ഞാൽ മാങ്ങയ്ക്ക് കുറച്ച് പുളി ഉണ്ടാവും. ഇത് തീരെ പുളിയില്ലാത്ത തൈര, ഒട്ടും പുളിയില്ല. അപ്പം അങ്ങനെ ഇച്ചിരി തൈരും കൂടെ വേണം. എന്നിട്ട് ഒരു കടുകറ മാത്രമേ ഉള്ളൂ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കറി. സമയമില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു കറിയും കൂടെ അഡീഷണലായിട്ട് വേണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ ഇത് പരീക്ഷയോ അടിപൊളിയാണ്. അപ്പം ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ. പച്ചമുളക് ഇട്ടു, തേങ്ങ ഇട്ടു, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നെയ്യ് പോലെ അരയണമല്ലോ. ഇത് അരച്ചു കൊണ്ടുവന്നിട്ട് ഇച്ചിരി കടുകും കൂടെ ചേർക്കണേ. നല്ല പോലെ അരഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കടുക്, 1/4 സ്പൂൺ കടുകും കൂടി ഇട്ട് ഇതൊന്ന് അരച്ചിട്ട് വരാവേ. അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടുക് വറ, ഒരു പാൻ അടുപ്പ് വെച്ചു. പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പം കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ. നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാവേ. തൈര് ചേർത്തു. പുളി ഉള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചേ ചേർക്കാവുള്ളേ. പാകത്തിന് ഉപ്പ് ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്യണേ. ചെറിയുള്ളിയൊക്കെ മൂത്തു. അതിനകത്ത് കുറച്ച് വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇനി ഈ വറവ് അങ്ങോട്ട് കറിയിലേക്ക് ചേർക്കുന്നേ ഉള്ളൂ. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു. അങ്ങനെ നമ്മുടെ മാമ്പഴപ്പരക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമില്ലേ? കഴിച്ചുകിട്ട് നോക്കിയാലായിരിക്കും. ഈ കുക്കുംബർ അരിഞ്ഞു കഴിഞ്ഞിട്ട് ചെറുതാക്കി അതിൻ്റെ കുരുവ് കളഞ്ഞ് കൊത്തി അരിഞ്ഞിട്ട് വെള്ളം പിഴിഞ്ഞ് കളയണം കേട്ടോ. അതിന് മാത്രം അങ്ങനെ, ബാക്കി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതാ നോക്കി, നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കണ്ടേ. ഓ സൂപ്പറാട്ടോ, അടിപൊളി. ഒരു തുള്ളുപ്പും കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും. അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല. ഉണ്ടാക്കി നോക്കി കേട്ടോ. മാമ്പഴമാണെങ്കിൽ തൈര് ചേർക്കുമ്പം
പുളി കുറഞ്ഞ തൈരായിരിക്കണം. പച്ചത്തക്കാളിക്കും അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ച് മാങ്ങയുടെ അളവും തക്കാളിയും കുക്കുംബറിൻ്റെ ഒക്കെ അളവ് കൂട്ടണം. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, സൂപ്പറാണ്. അപ്പം നമുക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്ന ഡോക്ടേഴ്സ് ഫാമിലിക്കൊക്കെ ചാത്തമംഗലത്തു നിന്ന് വന്ന ടീമായിരുന്നേ. അടിപൊളിയാണ് കേട്ടോ. എന്തായാലും അവരുടെ റെസിപ്പികൾ ഇനി എൻ്റെ കയ്യിലുണ്ട്, എല്ലാം നമുക്ക് പരീക്ഷിക്കണം. സൂപ്പറാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.